എപ്പോഴത്തെയും പോലെ ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് നേതാവും വയനാട്ടിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ബി.ജെ.പി രാജ്യത്തിന്റെ ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആർ.എസ്.എസിൽ നിന്ന് സ്വതന്ത്രമാക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി പുറത്തിറക്കിയ പ്രകടന പത്രികയ്ക്കെതിരെയും രാഹുൽ രംഗത്ത് വന്നു. ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്തും, മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കും എന്നൊക്കെയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ബി.ജെ.പി എങ്ങനെയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് എന്ന് തനിക്കറിയാമെന്നും 2 ഉദ്യോഗസ്ഥരെയാണ് പ്രകടന പത്രിക തയ്യാറാക്കാൻ ബി.ജെ.പി ഏൽപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഒരിക്കൽ നരേന്ദ്രമോദി കടലിനടിയിൽ പോയി, ഇനി ഒരിക്കൽ കൂടി കടലിനടിയിലേക്ക് പോകും. അവിടെ വെച്ച് പ്രകടന പത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ പോകുകയാണെന്ന് പറയും. ഒരിക്കൽ അദ്ദേഹവും ചന്ദ്രനിൽ പോയേക്കാം, എന്നിട്ട് പറയും താൻ ചന്ദ്രനിൽ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ലാതെയും മരുന്നില്ലാതെയും ജനങ്ങൾ ശ്വാസം മുട്ടി മരിച്ച കോവിഡ് കാലത്ത് കൈകൊട്ടി കളിക്കാൻ പറഞ്ഞയാളാണ് പ്രധാനമന്ത്രി. ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ പക്കാവട ഉണ്ടാക്കാൻ പറഞ്ഞയാളാണ് മോദി. ഒരു രാജ്യം, ഒരു മതം, ഒരു നേതാവ്, ഒരു ഭാഷ എന്നാണ് മോദി പറയുന്നത്. എങ്ങനെയാണ് അത് സാധ്യമാകുക? തമിഴ്നാട്ടിലുള്ളവരോട് തമിഴ് സംസാരിക്കരുത് എന്നും മലയാളികളോട് മലയാളം സംസാരിക്കരുത് എന്നും എങ്ങനെയാണ് പറയാനാവുക? വൈവിധ്യങ്ങളുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. ഓരോ പൗരനോടുമുള്ള പ്രതിബദ്ധതയാണ് ഭരണഘടന. അതൊരു കേവലം പുസ്തകമല്ല എന്നും രാഹുൽ മോദിയെ ഓർമ്മിപ്പിച്ചു. ഈ ഭരണഘടന മാറ്റുമെന്ന് ബി.ജെ.പി എംപിമാർ പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളുടെ പ്രകടന പത്രികയാണ്. സ്ത്രീകൾ ചെയ്യുന്ന ഇരട്ടി ജോലിക്ക് വേണ്ട നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള കുടുംബത്തിലെ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് അവരുടെ അക്കൗണ്ടിൽ ഒരു വർഷം 1 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി കൊണ്ടുവരും. സ്ത്രീകൾക്ക് ജോലിയിൽ 50% സംവരണം ഉറപ്പുവരുത്തുമെന്നും അംഗനവാടി ജീവനക്കാരുടെ വേതനം ഇരട്ടിയാക്കുമെന്നും രാഹുൽ വാഗ്ദാനം നൽകിയിരുന്നു. അഗ്നിവീർ പദ്ധതിയിലൂടെ മോദി യുവാക്കളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അഗ്നിവീർ നിർത്തലാക്കുമെന്നും പഴയ രീതിയിലുള്ള പ്രവേശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബി.ജെ.പിയുടെ പ്രകടന പത്രിക ഇങ്ങനെയായിരുന്നു. സ്ത്രീകളുടെയും ദരിദ്രരുടെയും യുവാക്കളുടെയും കർഷകരുടെയും ഉന്നമനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രകടന പത്രികയാണ് ബി.ജെ.പി പുറത്തിറക്കിയത്. സ്ത്രീശക്തി, യുവശക്തി, കർഷകർ, പാവപ്പെട്ടവർ എന്നിങ്ങനെ വികസിത് ഭാരതത്തിന്റെ 4 തൂണുകളിലാണ് പ്രകടന പത്രിക ഊന്നൽ നൽകുന്നതെന്നാണ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്. കേന്ദ്രത്തിൽ അടുത്ത സർക്കാർ രൂപീകരിച്ച ശേഷം രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ബി.ജെ.പി പത്രികയിലൂടെ വാഗ്ദാനം ചെയ്തു. ഈ വർഷം ആദ്യം ഉത്തരാഖണ്ഡിലെ ബി.ജെ.പി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിരുന്നു. സൗജന്യ റേഷൻ പദ്ധതിയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ വില കുറഞ്ഞ മരുന്നുകളുടെ വിതരണവും വരുന്ന 5 വർഷക്കാലവും തുടരുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഇന്ത്യയെ അന്താരാഷ്ട്ര നിർമ്മാണ ഹബ്ബാക്കുമെന്നും ഇന്ധനവില കുറയ്ക്കുമെന്നതും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നുമുള്ളതുമാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് 6G കണക്ടിവിറ്റി, അന്താരാഷ്ട്ര തലത്തിൽ രാമായണ മഹോത്സവം, രാജ്യത്തെ തെക്കും വടക്കുമായി ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ, വനിതാ സംവരണ നിയമം നടപ്പാക്കും, മുദ്രാ വായ്പാ പരിധി 20 ലക്ഷമാക്കും, മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും, അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ തുടങ്ങിയവയും ബി.ജെ.പിയുടെ പ്രഖ്യാപനത്തിലുണ്ട്. അതേസമയം തന്നെ മോദി ഭരണത്തെ പുകഴ്ത്തി ജെ.പി. നദ്ദ എത്തിയിരുന്നു. ബി.ജെ.പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായ മോദിക്ക് ഗ്യാരണ്ടി എന്നത് എല്ലാ ഉറപ്പുകളും നിറവേറ്റപ്പെടുമെന്ന ഉറപ്പാണെന്നായിരുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ പ്രതികരണം. വികസിത രാജ്യങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്കും പൗരന്മാരുടെ ആരോഗ്യത്തിനും മുൻഗണന നൽകുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ നിർണായക നടപടികൾ ഇന്ത്യയെ കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചെന്നായിരുന്നു ബി.ജെ.പി മേധാവിയുടെ വാദം. എന്നാൽ അന്നിവിടെ നടന്നതെന്തെന്ന കാര്യം പച്ചവെള്ളം പോലെ തെളിഞ്ഞ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നദ്ദയുടെ ഇത്തരം വാദങ്ങൾക്കിവിടെ പ്രസക്തിയില്ല.